വാട്ട് എ മാച്ച്, വാട്ട് എ മാച്ച്. ത്രില്ലർ പോരാട്ടം, അടിമുടി ആവേശം നിറഞ്ഞു നിന്ന അടിപൊളി പോരാട്ടം. തീക്കാറ്റായി സഞ്ജു പെയ്തിറങ്ങി. എന്നാൽ തീ മഴയായിട്ട് ജേക്കബ് ബദൽ ഇന്ത്യൻ ബോളർമാരുടെ മേലും പെയ്തിറങ്ങി. അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പടുകൂറ്റൻ സ്കോറിന് മുന്നിൽ പൊരുതി ഇംഗ്ലണ്ട് കീഴടങ്ങി. 7 റൺസിന്റെ വിജയമായിട്ട് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നു. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ അടിച്ചു കൂട്ടിയത് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 253 എന്ന പടുകൂറ്റൻ സ്കോറാണ്. എന്നാൽ ഇംഗ്ലണ്ട് 246 റൺസ് വരെ വന്നു. സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നും സഞ്ജു തുടങ്ങുകയായിരുന്നു. 42 പന്തിൽ 89 റൺസ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്കായിട്ട് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നാണ് ഓപ്പൺ ചെയ്തത്. അഭിഷേക് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. 7 പന്തിൽ 9 റൺസ് മാത്രമാണ് എടുത്തത്. എന്നാൽ സഞ്ജു സാംസൺ കീഴടങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. 89 റൺസ്, 7 സിക്സ്, 8 4. തകർപ്പൻ ഇന്നിങ്സ്. ഇഷാൻ കിഷൻ ഒട്ടും മോശമാക്കിയില്ല. സഞ്ജുവിന് കിഡിലൻ പിന്തുണയുമായിട്ട് നിന്നു. 18 പന്തിൽ 39 റൺസ്. ശിവം ദുബെയാണ് പിന്നീട് വന്നത്. 25 പന്തിൽ 43 റൺസ് എടുത്തു. എന്നാൽ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. 6 പന്തിൽ 11 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ ഹർദിക് പാണ്ഡ്യ 12 പന്തിൽ 27 റൺസ് എടുത്തു. തിലക് വർമ്മ 7 പന്തിൽ 21 റൺസ് എടുത്തു. നേരത്തെ മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ പഴി കേട്ടുകൊണ്ടിരുന്ന തിലക് വർമ്മ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങിയപ്പോൾ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ മുകളിലേക്ക് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അക്സർ പട്ടേൽ 2 റൺസുമായിട്ട് പുറത്താകാൻ നിന്നു. വരുൺ ചക്രവർത്തി റണ്ണൊന്നും എടുക്കാതെ പുറത്തു നിന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി ബോൾ ചെയ്തവരെല്ലാം 10 മുകളിലുള്ള ഇക്കണോമിയിലാണ് ബോൾ ചെയ്തത്. സഞ്ജു സാംസൺ ആർച്ചർ പോരാട്ടമാകും, സഞ്ജുവിനെ ആർച്ചർ വീഴ്ത്തുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി. ആർച്ചറിനെ പഞ്ഞിക്കിടുകയായിരുന്നു സഞ്ജു. 4 ഓവറിൽ 61 റൺസാണ് ആർച്ചർ വഴങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ 13ാമത്തെ റൺസിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യത്തെ വിക്കറ്റ് വീണു. 3 ബോളിൽ 5 റൺസ് എടുത്ത ഫിൽ സാൾട്ട് മടങ്ങി. ഹാരി ബ്രൂക്കും പിന്നെ മടങ്ങി. 6 പന്തിൽ 7 റൺസ്. ജോസ് ബട്ടർ 17 പന്തിൽ 25 റൺസോടെ മടങ്ങി. എന്നാൽ ജേക്കബ് ബദൽ, അദ്ദേഹത്തിന്റെ കളിയായിരുന്നു കാണേണ്ടത്. 48 പന്തിൽ അദ്ദേഹം 105 റൺസ് ആണ് എടുത്തത്. 7 സിക്സും 8 4ഉമാണ് പറത്തിയത്. ടോം ബാണ്ടൻ 5 പന്തിൽ 17 റൺസ് എടുത്തു. വിൽ ജാക്സ് 20 പന്തിൽ 35, സാം ഖുറാൻ 14 പന്തിൽ 18, ജാമി ഓർട്ടൺ 2, ജോഫ്ര ആർച്ചർ 4 പന്തിൽ 19 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ. കിഡിലൻ സ്ട്രൈക്ക് റേറ്റിലാണ് ഇംഗ്ലണ്ട് ബാറ്റ് വീശിയത്. ഇന്ത്യൻ ബാറ്റർമാരെക്കാൾ മികച്ച രീതിയിൽ തന്നെയാണ് ഇംഗ്ലണ്ട് ബാറ്റ് വീശിയത്. ഒരർത്ഥത്തിൽ അവർ വിജയിക്കുമെന്ന് തന്നെ തോന്നിച്ചതാണ്. ജേക്കബ് ബദൽ ഒരറ്റത്ത് നിന്ന് അതുപോലത്തെ കളിയാണ് കളിച്ചത്. എന്നാൽ 18ാമത്തെയും 19ാമത്തെ ഓവർ എറിഞ്ഞ ജസ്പ്രീത് ബുംറയും ഹർദിക് പാണ്ഡ്യയും മികച്ച രീതിയിൽ ബോൾ എറിഞ്ഞതോടെ അവസാന ഓവറിൽ അവർക്ക് ജയിക്കാൻ 30 റൺസാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ആദ്യത്തെ പന്തിൽ ജേക്കബ് ബദൽ റൺഔട്ട് ആയതോടുകൂടി അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ദുബെ എറിഞ്ഞ അവസാന ഓവറിൽ പക്ഷേ ആർച്ചർ 3 സിക്സുകളൊക്കെ തൂക്കി. അങ്ങനെ 7 റൺസിന്റെ അവിശ്വസനീയമായ ജയമാണ് ഇന്ത്യ നേടിയെടുത്തത്. വരുൺ ചക്രവർത്തി ഇന്ത്യൻ ബോളർമാരുടെ നിരയിൽ നല്ലതുപോലെ തല്ലുവാങ്ങി. 4 ഓവറിൽ 64 റൺസ് വിട്ടുകൊടുത്ത 1 വിക്കറ്റ് മാത്രമാണ് അദ്ദേഹം നേടിയത്. 2020 വേൾഡ് കപ്പിലെ ഏറ്റവും മോശം ബൗളിംഗ് പ്രകടനമാണിത്. അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 51, ഹർദിക് പാണ്ഡ്യ 4 ഓവറിൽ 38-ന് 2, ബുംറ 4 ഓവറിൽ 33-ന് 3, അക്സർ പട്ടേൽ 3 ഓവറിൽ 35-ന് 1 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ പ്രകടനങ്ങൾ. അങ്ങനെ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 246 റൺസിന് ഇംഗ്ലണ്ട് പൊരുതി വീണു. 7 റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയവുമായിട്ട് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ന്യൂസിലാൻഡിനെ ഇന്ത്യ ഫൈനലിൽ നേരിടും.